ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു അനുഭവം പറയാമേ. എൻ്റെ പേര് ദിവ്യ. 2025 വൈശാഖ മാസം ഗുരുവായൂർ നടയിൽ ഞങ്ങൾ ഭഗവാനുള്ള കാണിക്ക വാങ്ങാനായി നിൽക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് തോന്നി കണ്ണന് കദളിക്കുല സമർപ്പിക്കണമെന്ന്. ഗുരുവായൂർ കാര്യങ്ങൾ ഒന്നും ഞാൻ പ്രീ പ്ലാൻ ചെയ്യാറില്ല, എല്ലാം പെട്ടെന്ന് നടക്കുന്നതാണ്. എന്തോ ഭഗവാൻ അങ്ങനെ നടത്തിത്തരുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു കദളിക്കുലയും വാങ്ങി ഞങ്ങൾ നടന്നു. ക്യൂവിൽ നിൽക്കുകയാണ്. നല്ല തിരക്കാണ്. അങ്ങനെ നാമം ചൊല്ലി നിൽക്കുമ്പോൾ എൻ്റെ കൈകൾ നന്നായി കുഴയുന്നത് പോലെ എനിക്ക് തോന്നി. മാറി മാറി പിടിച്ചിട്ടും അതേ അവസ്ഥ. എൻ്റെ ഗുരുവായൂരപ്പ, പരീക്ഷണമാണോ? എൻ്റെ അസ്വസ്ഥത കണ്ടിട്ടാണോ എന്തോ ക്യൂവിൽ നിന്ന ഒരാൾ എന്നോട് ഇങ്ങി തരൂ, ഞാൻ പിടിക്കാം, അകത്തെത്തുമ്പോൾ തരാം. ഞാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി. നല്ല നീളമുള്ള ചെറുപ്പക്കാരൻ. എന്തോ ഞാനപ്പോൾ പറഞ്ഞു, സാരമില്ല, ഞാൻ പിടിച്ചോളാം, ഭഗവാനുള്ളതല്ലേ, നമ്മൾ തന്നെ പിടിക്കണ്ടേ. ചുറ്റമ്പലം കഴിഞ്ഞ് നാലമ്പലത്തിനടുത്തുള്ള വാതിലിനടുത്തെത്തി. എൻ്റെ ഭഗവാനെ, ഇടിയെന്ന് പറഞ്ഞാൽ സുനാമി വരും പോലെ. കണ്ണാ എന്ന് വിളിച്ച് അടുത്തു നിൽക്കുന്ന ആളിനോട് ഇതൊന്ന് പിടിക്കുമോ, ഇപ്പോൾ ഞാനിങ്ങ് വാങ്ങാം. കദളിക്കുല കൊടുത്ത ആളിനെ ഞാൻ ഒന്നുകൂടി നോക്കി. നേരത്തെ ചോദിച്ച ആൾ തന്നെ. പെട്ടെന്ന് ഒരാൾ വഴക്ക് പറയുന്നു, ഒന്ന് പെട്ടെന്ന് കയറൂ. ആരോ എന്നെ ഇടിച്ച് അകത്തിട്ടു. ഭഗവാനെ, കാണിക്കയായി കൊണ്ടുവന്ന കുല എൻ്റെ കയ്യിലില്ല, എന്തു ചെയ്യും? ആരോട് ചോദിക്കും? ഞാൻ തിരിഞ്ഞു നോക്കി. ആരുടെയും കയ്യിൽ കദളിക്കുലയില്ല. ആ സമയം ആ മനുഷ്യൻ്റെ രൂപം പോലും ഓർത്തെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ക്യൂ നീങ്ങി തുടങ്ങി. ഭഗവാനെ ഒന്ന് നോക്കി നമസ്കാര മണ്ഡപത്തിൻ്റെ അടുത്തെത്താൻ 2-3 അടി ബാക്കി നിൽക്കെ. ഗുരുവായൂർ അമ്പലത്തിൽ പോയവർക്കെല്ലാം അറിയാമല്ലോ, ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മുകളിൽ കണ്ണാടിയുണ്ട്. വെറുതെ അങ്ങോട്ട് നോക്കി. ഭഗവാനെ, എനിക്ക് വിശ്വസിക്കാനായില്ല. ഒരു കദളിക്കുല കൈമറിഞ്ഞു വരുന്നു. ആരോ വിളിച്ചു പറയുന്നു, ഇതാരുടെയാ? പുറകിൽ നിന്നും തന്നതാണ്. പെട്ടെന്ന് ഞാൻ കുല വാങ്ങി. അപ്പോഴേക്കും നമസ്കാര മണ്ഡപത്തിൻ്റെ മധ്യത്തിലെത്തി. അവിടെ നിന്നിരുന്ന ചേച്ചി പറഞ്ഞു, അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ ഭഗവാനെ, അത് വെച്ചിട്ട് ഞാൻ അകത്തേക്കൊന്ന് നോക്കി. ചിരിച്ചുകൊണ്ട് നിപ്പുണ്ട് നമ്മുടെ കള്ളക്കണ്ണൻ. കൃഷ്ണ, ഗുരുവായൂരപ്പ. പിന്നീട് ഞാൻ അവിടെ എങ്ങും ആ മനുഷ്യനെ കണ്ടതേയില്ല. എനിക്ക് ആ രൂപം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാവും ശരി. എന്തായാലും അത് ആരായിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് അതെൻ്റെ ഭഗവാൻ തന്നെയായിരുന്നു എന്നാണ്. എത്ര നല്ല അനുഭവം അല്ലേ? പൊന്നു ഗുരുവായൂരപ്പ, അങ്ങയെ സ്നേഹിക്കുന്നവരുടെ ഹൃദയ ശ്രീകോവിലിനുള്ളിൽ നിറഞ്ഞു നിൽക്കണേ. രാധേശ്യാം.